ആ പറഞ്ഞത് എത്രത്തോളം ശരിയാണല്ലേ. നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ലിറ്ററസീനെ പറ്റിയിട്ടും അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടുമൊക്കെ ധാരാളം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ടൈം മാനേജ്മെൻറ്റിനെ പറ്റി നമ്മളിപ്പോൾ മറക്കുകയാണ്. ഒരു കണക്കിന് ഫിനാൻഷ്യൽ ലിറ്ററസീനെ പറ്റിയിട്ടെങ്കിലും ഇപ്പോഴെങ്കിലും സംസാരിക്കുന്നത് എത്ര നല്ലതാണെന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ഒരു ജോലി കിട്ടിയ പാടെ നാട്ടുകാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഷോ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഫോണ്, ഒരു അടിപൊളി ബൈക്ക്, പിന്നെ EMIയിൽ ഒരു കാറ്, ഒരു കല്യാണം, പിന്നെ ഒരു വീട് വെക്കൽ. അതോടുകൂടി അവൻ്റെ ജീവിതം തീർത്ത്. അവൻ്റെ മാത്രമല്ല അവളുടെ ജീവിതമാണെങ്കിലും ഇതൊക്കെയാണ് ട്രാക്കെങ്കിൽ അതും തീർന്നു. കാരണം എന്താണ്, നമ്മളൊരു ജോലിയിൽ നമ്മൾ എന്താണ് ട്രേഡ് ചെയ്യുന്നത്? നമ്മുടെ സമയമാണ്. നമ്മുടെ സമയം ട്രേഡ് ചെയ്ത് നമ്മൾ പണം വാങ്ങുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ആർഭാടത്തിനാണ് നമ്മൾ ചിലവാക്കുന്നതെങ്കിൽ യു ആർ ആക്ച്വലി ട്രേഡിങ് ഓഫ് യുവർ ലൈഫ് ഫോർ ദാറ്റ്. ലൈഫ് മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും അവസാനം ഒന്നുമില്ലാതായി പോകുന്ന ഒരുപാട് പേരുടെ ലൈഫ് കണ്ടിട്ടായിരിക്കാം ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ ഒരു ഇമ്പോർട്ടൻസ് വേണം എന്ന് ആളുകൾ മനസ്സിലാക്കിയതും അതിനെപ്പറ്റി പഠിച്ചതും. അതേപോലെ ടൈമിൻ്റെ കാര്യത്തിലും നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്നറിയോ, എല്ലാവരുടെയും വിചാരം നമ്മൾ മരിച്ച് നമ്മളെ മണ്ണിൻ്റെ അടിയിലേക്ക് വെക്കുന്നവരെ നമുക്ക് ഈ ഭൂമിയിൽ സമയമുണ്ടെന്നാ. ഇല്ല. നമുക്കൊക്കെ ആരോഗ്യമുള്ള കാലം വരെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ നമുക്ക് ചുറ്റിലും ഉള്ള കാലം വരെ, അതൊക്കെയാണ് നമുക്ക് ഈ ഭൂമിയിൽ വാല്യുബിളായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ പെട്ടിയിലേക്ക് ആക്കുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള സമയം അതങ്ങനെ കിടക്കും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ആരോഗ്യമൊക്കെ നശിച്ച് ബാക്കിയുള്ളവർക്കൊരു ബാധ്യതയായിട്ട് കുറേ നാൾ ദീർഘായുസോടുകൂടി ബെഡ് കിടക്കാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ കാലം ഒറ്റയ്ക്ക് അങ്ങനെ വിരസമായൊരു ജീവിതം, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെയൊക്കെ ടൈം ലൈൻസ് കോയിൻസൈഡ് ചെയ്യുന്ന കുറേ പോയിൻറ്റ്സ് ഉണ്ട്, ഒരുപോലെ പോകുന്ന കുറേ കാലം. അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സമയം. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ലൈഫ് ഇവിടെ വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ ഏകദേശം ഒരു 20 വയസ്സിലായിരിക്കും നമ്മളുണ്ടാവുന്നത്. നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഏകദേശം ഒരു 40 വയസ്സിലായിരിക്കും നമ്മളുണ്ടാവുന്നത്. ഇനി നമ്മുടെ മക്കളെന്ന് പറയുന്നത് നമ്മുടെ ഒരു 20 വയസ്സിലായിരിക്കും അവർ തുടങ്ങുന്നത്. ഇങ്ങനെ പോവും അവരുടെ ലൈഫ്. ഇതെല്ലാം കൂടെ നമുക്ക് പ്രിയപ്പെട്ട ഇവരൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു കുറച്ച് സമയമുണ്ടല്ലോ, അതാണ് ലൈഫ്. ഇത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കിടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ കൈ പിടിച്ച് അവർ നടക്കുന്ന ഈ കുറച്ച് കാലം, അത് മാത്രമേ നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ വേറൊരു ലോകത്തേക്ക് പോകും. നമുക്കുള്ളത് ആകെ ഈ ഒരു കുറഞ്ഞ കാലമേ ഉള്ളൂ. ഇത് നമ്മൾ എന്തിന് കൊടുക്കുന്നു, എന്തിന് ട്രേഡ് ഓഫ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അത് ഏറ്റവും കെയർഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യണം, ഏറ്റവും വാല്യുബിളായിട്ട് ട്രീറ്റ് ചെയ്യണം. പീസ്.